സർ, ഓപ്പറേഷൻ തൂഫാനൊക്കെ രമേശ് ചെന്നിത്തല തൂഫാൻ കൊടുങ്കാറ്റായി വീശുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രമേശ് കൊടുങ്കാറ്റാവുന്നു. അതെ, രമേശ് ചെന്നിത്തല തന്നെ കൊടുങ്കാറ്റാവുന്നു, ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റാവുന്നു. ഇതിന്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ 1000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഗുളികകൾ, ടഫ്ലോൾ ടാബ്ലറ്റ്സ് വിദേശത്തേക്ക് ലിബിയയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ പിടികൂടി എന്ന് പറയുന്നു. ആ പിടികൂടിയതിൽ സൂത്രധാരകർ ഉൾപ്പെടെയുള്ളവരെ, മലയാളികൾ ഉൾപ്പെടെയുള്ളവരാണ്. അവരെ പിടികൂടിയ സ്ഥലമാണ് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ നിന്നും പിടികൂടി എന്ന് പറയുന്നു. അപ്പോൾ തൂഫാൻ ഇത് സംഭവിച്ചിരിക്കുന്നത് ഡൽഹിയിലാണെങ്കിൽ പോലും ഇത്രയും മയക്കുമരുന്ന് വേട്ട, ലഹരി വേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇത്രയും കടന്നു കയറുന്ന ഈ ഒരു സമയത്ത് കൊച്ചിയിൽ നിന്നും നമ്മുടെ മൂക്കിന്റെ താഴെ നിന്നും പിടികൂടി എന്ന് പറയുന്നത് 2 മലയാളികളെയാണ്. ഇതിനെ എങ്ങനെയാണ് സർ നോക്കിക്കാണുന്നത്? ഇവിടെ നമ്മൾ ഭയങ്കര ഹൈപ്പ് കൊടുക്കണം. ഇല്ലാത്ത നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്താൽ പോലും ഒരു ഉച്ചക്കഞ്ഞി സ്കൂളിൽ വിതരണം ഉദ്ഘാടനം ചെയ്താൽ അത് വലിയ ഹൈപ്പായിട്ട് കാണിക്കുന്ന ഒരു PR വർക്കിൻ്റെ കേന്ദ്രമായിട്ട് കേരളം മാറി. പിണറായി വിജയൻ ചെയ്യുമായിരുന്നു, ഇപ്പോൾ രമേശ് ചെന്നിത്തല ചെയ്യുന്നുണ്ട്, KC വേണുഗോപാൽ ചെയ്യുന്നുണ്ട്, സതീശൻ കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും അത്രയില്ല. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഈ വിഷയം 1000 കോടി കൂടുതൽ, കറക്റ്റ് എനിക്കറിയത്തില്ല, 1000 കോടിയിൽ കൂടുതൽ മയക്കുമരുന്ന് ഗുളികകൾ, 12 കോടി മയക്കുമരുന്ന് ഗുളികകൾ, 12 കോടി മയക്കുമരുന്ന് എണ്ണത്തിൽ 12 കോടി ഗുളികൾ, 1000 കോടിയുടെ വാല്യൂ ഉള്ള മയക്കുമരുന്ന്. അപ്പോൾ ഇത് കേരളത്തിൽ നിന്നാണ് പിടിച്ചത്. കേരളത്തിലെ ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ്ഡാണ്. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാം ഭയങ്കര തീവ്രമായ പരിശോധന നടന്നു. അതിനെപ്പറ്റി പത്രങ്ങൾ വരികയും ചെയ്തു. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഇവിടുത്തെ പരിശോധനയെക്കുറിച്ചും ഇവിടുത്തെ കണ്ടെത്തലുകളെക്കുറിച്ചും എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, പണ്ടൊക്കെ ചില SIമാർ ചാർജ് എടുത്താൽ തിയേറ്ററിൽ ഇരുന്ന് അറിയാതെ ബീഡി വലിക്കുന്നു, എന്ന സീട്ടൊക്കെ വളരെ ബീഡി വലിക്കുന്നതിന് കലുങ്കലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെയൊക്കെ പിടിച്ച് അടി കൊടുത്ത് ഞാൻ ഹീറോയാന്ന് വരുന്ന SIമാരുണ്ട്. ആ സ്റ്റൈല് മാത്രമേ ഉള്ളൂ നമ്മുടെ തൂഫാൻ വേട്ടയ്ക്ക് തോന്നിപ്പോകും. ആലോചിക്കണം. ഇപ്പോൾ 1000 കോടി കേരളമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഒത്തിരി, പിന്നെ ഇത് വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പലരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം ഈ തൂഫാൻ വേട്ടയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു ബൾക്കായിട്ടൊരു സീഷർ ഉണ്ടായിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ടോ? ഇത്രയും സാധനം ഇവിടുന്ന് പോയതാ. ഈ കേരളത്തിൻ്റെ മണ്ണിൽ അവിടെ ഇവിടെ ഉണ്ടാവും. ഇത് കേരളത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും, വിട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും? ഒരിക്കലും തന്നെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരുത്തനും മലപ്പുറം സ്വദേശിയാണ്. അപ്പോൾ ഈ സംഭവം കേരളത്തിലുണ്ടാകുമ്പോൾ കേരളത്തിലെ തുഫാൻ്റെ ക്രെഡിറ്റ് നമുക്ക് പറയാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിലുണ്ടായി, നമ്മൾ സഹകരിക്കും, പിടിക്കും എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് ഞങ്ങളെല്ലാം പിടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അല്ലെ, ഒറ്റയാളുടെ പേര് പറ, പ്രധാനപ്പെട്ട ഒറ്റയാളുടെ പേര്. പണ്ട് ദാവൂദ് ഇബ്രാഹിമിൻ്റെയും ഹാജി മസ്താൻ്റെയും വരരാജമുദ്ര ഒത്തിരി അധോലോക നായകന്മാരുടെയൊക്കെ പേര് പറയാണ്. ഇത്തവണ കേരളത്തിലെ മയക്കുമരുന്ന് വേട്ടയിൽ ബന്ധപ്പെട്ട് ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു കുറ്റവാളിയുടെ പേര് പറയാം? എത്ര ഒരു 5 കിലോയിൽ കൂടുതൽ പിടിച്ച കേസ് പറയാം? കഞ്ചാവ് കൊല്ലം എങ്ങാണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി മറ്റ് മയക്കുമരുന്ന് ഉൾപ്പെടെ ഒരു ബൾക്ക് സീഷർ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരു മരത്തിന്റെ ചില്ലകളിൽ നിന്ന് ഇല മാത്രമാണ് ഇവർ മരം വീണ്ടും തളർത്തോണ്ടിരിക്കുക. അപ്പം രമേശ് ചെന്നിത്തല കാണിക്കുന്നത് മണ്ടത്തരമല്ല, ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും അല്ല എന്നുള്ളതാണ്. ഇത് കുറെ കൂടെ ഗൗരവത്തോടെ കാണണം. മയക്കുമരുന്ന് എങ്ങനെ ഇവിടെ വരുന്നു, അതിൻ്റെ എൻഡ് ഡെലിവറി എവിടെ പോകുന്നു, ഇത് കണ്ടുപിടിക്കാൻ ഈ എൻഡ് ഡെലിവറി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളോട് പറഞ്ഞിങ്ങനെ ലിബിയയിലേക്ക് പോകുന്നു. ആ രാജ്യം ഉണ്ടോ എന്ന് തന്നെ ഇപ്പോൾ അറിയത്തില്ല. ഗദ്ദാഫിയും പോയി, എല്ലാം പോയി, ട്രിപ്പോളിയും പോയി. അപ്പം ലിബിയയിലേക്ക് പോകുന്നു. ആ ലിബിയയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമോ? അതിവർ ആഴ്ച മുഴുവൻ സാധനം അങ്ങോട്ട് അയക്കുമോ? ഇതെല്ലാം ഇവിടെ തന്നെ റൊട്ടേറ്റ്. ഈ മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ലോണ്ടറിംഗ് ആണ്. പല രാജ്യങ്ങൾ കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ആരാണ് വിൽക്കുന്നതെന്നോ ഫൈനലായിട്ട് ഇത് സെറ്റിൽ ചെയ്യുന്നത് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഇതിപ്പോൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം എടുത്ത് നോക്കി തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള, നമ്മൾ പേര് പറയുന്നില്ല, മുളകിന്റെ പേരിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ പോലും പബ് പാർട്ടികൾ നടക്കുകയാണ്. അതിലേക്കൊന്നും ഒരിക്കലും അവിടെയൊന്നും തൊടുന്ന പോലുമില്ല. ഈ തൂഫാനിൽ നിന്നൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വിചാരിക്കുന്ന അവിടെ നിന്ന് കയറി തുടങ്ങും. അല്ല, കാരവൻ, സിനിമാ നടന്മാരും നടികൾ ഉപയോഗിക്കുന്ന കാരവനെ പറ്റി ഒത്തിരി പരാതിയുണ്ട്. ഒറ്റ കാരവൻ പിടിച്ചായിട്ട് പറയാം? ഏതെങ്കിലും നടന്റെയോ നടിയുടെയോ ഒരു കാരവനെങ്കിലും 1 ഗ്രാം കഞ്ചാവായിട്ട് പിടിച്ചിട്ടുണ്ടോ? എന്നിട്ടും പറയാം ഞാൻ ഭയങ്കര വേട്ട. എവിടെ പത്രസമ്മേളനം? ഇതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇമേജ് കൂടും. ഒരു ഗുണം കൂടിയുണ്ട്, CPM-കാരുടെ തെറി കേൾക്കാതെ ഇമേജ് കൂടും. വേറെ ഇപ്പോൾ അഴിമതി പിടിക്കാൻ പോയാൽ എല്ലാ കാര്യത്തിനും പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും CPM-കാരുടെ തെറി കേൾക്കും. അത് അവരുടെ മുമ്പിൽ സേഫ് സോണിൽ ആ വാക്കാണ് കറക്റ്റ്. രമേശ് ചെന്നിത്തല കളിക്കുന്ന കളി മുരളീധരനെ പറ്റുന്ന പോലെ കോൺട്രവേഴ്സി ചെന്ന് ചാടാതെ സേഫ് സോണിൽ ആരും എതിർക്കാൻ വരികയില്ല. 1 കിലോ കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പൊളിറ്റിക്കലായിട്ട് കൃഷിക്കാൻ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഈ വാർത്ത കൂടെ കണ്ടു. തൂഫാനേക്കാളും
ഗൗരവത്തിലെടുക്കേണ്ട വേറൊരു വാർത്തയാണ് ബാലവേലയ്ക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുവന്നിരിക്കുക. അത് തെറ്റല്ലേ? ഇത് മയക്കുമരുന്നാണോ കുറെ കൂടെ ഗൗരവത്തിൽ കണ്ട ഈ ബാലവേലയ്ക്ക് വേണ്ടി അന്യ സംസ്ഥാനത്തെ പിള്ളേരെ ഇവിടെ കൊണ്ട് 50 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യിപ്പിക്കുക. അതിനെപ്പറ്റി രമേശ് ചെന്നിത്തലയുടെ പോലീസിനൊന്നും അറിയത്തില്ലേ? മനുഷ്യക്കടത്തിനെ പറ്റി അറിയത്തില്ലേ? എനിക്ക് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതാണ്. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കരുത്. ചീപ്പ് പോപ്പുലാരിറ്റി. ഇപ്പം തൂഫാനിൽ കൂടെ അതാണ് നോക്കുന്നത്. എന്തെങ്കിലും മയക്കുമരുന്ന് എത്ര ഒരു 100 കിലോ തിളച്ച് പിടിച്ചിട്ടുണ്ടോ? കേരളത്തിൽ എത്ര മയക്കുമരുന്ന്? ഒന്നീ പറയാം ഇത്ര മയക്കുമരുന്നേ ഉള്ളൂ കേരളത്തിൽ. അതിൻ്റെ 50% അല്ല 25% ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. 25% അല്ല 10% പിടിച്ചാൽ മതി. കേരളത്തിൽ ഈ പോയ മയക്കുമരുന്നിൻ്റെ എത്ര അംശങ്ങൾ കേരളത്തിൽ കിടപ്പുണ്ടെന്ന് പറയാൻ പറ്റുമോ? എവിടുന്ന് എങ്ങോട്ടാണ് പോയത് പിടിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. അത് ഒരുപക്ഷെ അദ്ദേഹം സിൻസിയർ ആയിട്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ സിൻസിയറിറ്റി അല്ല ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന അതിന് ഉപയോഗിക്കുന്ന മാർഗം അത് പബ്ലിസിറ്റി കൊടുക്കേണ്ട ലെവലായിട്ടില്ല. ജനത്തോട് പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ശൈലജ ടീച്ചറും പിണറായി വിജയനും കൂടെ ചേർന്ന് മൈക്കിന് വേണ്ടി അടിയുണ്ടായി, പബ്ലിസിറ്റിക്ക് വേണ്ടി. അങ്ങനെ പോകരുത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. കേരളത്തിലെ പോലീസിൻ്റെ മേൽ നല്ല നിയന്ത്രണമുണ്ട്. ഈ സംഭവങ്ങൾ ഇപ്പോൾ ബാലവേലയുടെ കാര്യം എടുത്തു പറഞ്ഞത് ഇത്രയും പരസ്യമായിട്ട് കൊടുക്കണം. മയക്കുമരുന്ന് പിടിക്കണമെന്നില്ല. പക്ഷെ ഇത്രയും പിടിച്ചാൽ മതിയോ മയക്കുമരുന്ന്? ഇത്രയും മയക്കുമരുന്ന് ഉപയോഗമുള്ളോ കേരളത്തിൽ? ഇത് വായിച്ച കേരളത്തിൽ സേഫ് ഹെവനാണെന്ന് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വാർത്തകൾ ഒട്ടുമില്ല. ഇല്ല. ഈ ഇവിടുത്തെ മയക്കുമരുന്ന് പറ്റിയുള്ള വാർത്തകൾ വായിച്ചാൽ കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ട് മയക്കുമരുന്നിന്റെ ശല്യങ്ങളില്ല. തുച്ഛമായ പിടിക്കുന്നു, കുറച്ചേ പിടിക്കുന്നുള്ളൂ. വലിയ വമ്പന്മാരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല, വാഹനങ്ങൾ കണ്ടെത്തിയിട്ടില്ല. എത്ര വാഹനം കിട്ടണം? അതിന്റെ ആ ലിസ്റ്റൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്യട്ടെ. തീർച്ചയായിട്ടും. ഇതിപ്പോ ഇവിടെ ചെയ്യുന്ന ഒരു രീതി ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല. ഈ വൈറ്റില ഇപ്പൊ കൊച്ചിയിൽ തന്നെയാണെങ്കിലും ഓരോ ഹോസ്റ്റലുകളിലേക്കാണ് കയറുന്നത് കുട്ടികൾ പഠിക്കുന്നത്. അവിടെ അവരുടെ കയ്യിൽ എത്ര സൂക്ഷിക്കും എന്നുള്ളത്, ഇപ്പൊ കുട്ടികളെ വളർന്നു വരുന്ന തലമുറയാണ് അവരെ നന്നാക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ വിൽക്കുന്നവരിലേക്ക് ചെല്ലാണ്ട് ഇതിൽ നിന്ന് വാങ്ങുന്നവരിലേക്ക് മാത്രം ഈ കുട്ടികളെയൊക്കെ പിടിക്കുന്നുണ്ട്. ഇവർ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് കൊണ്ടുവന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ തൂഫാനിൽ പിടിക്കുന്ന കുട്ടികളെ ഇതുപോലെ മെഡിക്കൽ കോളേജുകളിൽ കൊണ്ടുവന്നിട്ട് സൈക്യാട്രിസ്റ്റിന്റെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവന്ന് 7 ദിവസത്തെ കൗൺസിലിംഗ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യിച്ച് ഇനി ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് അവരെ പുറത്തേക്ക് വിടുന്നത്. അത്ര വരെ ഓക്കെ, കുട്ടികളെ ബോധവൽക്കരിക്കട്ടെ, നല്ല കാര്യം. പക്ഷെ കുട്ടികൾ ഇത് എവിടെ നിന്ന് വാങ്ങി എന്നുള്ളതിലേക്ക് അന്വേഷണം പോകുന്നില്ല. സോഴ്സ് അന്വേഷിച്ച് ഇവിടെ നമുക്ക് കുട്ടികളെ നന്നാക്കുകയാണ് അങ്ങോട്ട് ഡെലിവറി ചെയ്യുന്ന സോഴ്സ് കഴിക്കുന്ന കുട്ടികളെ ഫോളോ ചെയ്യും. ആദ്യം ഇതിൻ്റെ കുട്ടികളുണ്ടെങ്കിൽ അത് സാറന്മാർക്കോ മറ്റ് സഹപാഠികൾക്കോ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹപാഠികൾ നേരിട്ട് പറയേണ്ട, അവരുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞിട്ട് ഇന്ന പിള്ളേർ ഇത് കഴിക്കുന്നതായിട്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഫോളോ ചെയ്താൽ അവരാരുമൊക്കെ ആയിട്ടാണ് ലിങ്ക്, അവരുടെ ഫോൺ കോൺടാക്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പറെല്ലാം എടുക്കാം പിള്ളേരുടെ. പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പിടിക്കുന്നതിന്റെ 10 ഇരട്ടിയെങ്കിലും പിടിക്കാൻ പറ്റും. ഇപ്പൊ 10 കിലോ പിടിക്കുന്നുണ്ടെങ്കിൽ 100 കോടിയെങ്കിലും കേരളത്തിലെ പോലീസ് സംവിധാനം വിചാരിച്ചാൽ പിടിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് രാഷ്ട്രീയമായ ചങ്ങലകൾ ഉണ്ടാകരുത്. ഒന്നാമത്തെ കാര്യത. ഉറപ്പായിട്ടും അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നതിന്റെ കേസ് വന്നപ്പോൾ പോലും അതിലും പറഞ്ഞു വരുന്നത് ലഹരി മാഫിയകളെ പറ്റിയിട്ടുള്ള വിവരം കൊടുത്തതിന്റെ വൈരാഗ്യത്തിലാണെന്ന്. ആ ഒരു സാധനം അത് സത്യമാണോ അല്ലേ എന്നുള്ളതിലേക്കല്ല വരുന്നത്. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ പേടിയാകും. താങ്കളുടെ വീടിന് മുറ്റത്ത് ഒരു കടയിൽ മയക്കുമരുന്ന് വിൽക്കുന്നു എന്നുള്ള വിവരം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവിടെ ഹോർലിക്സ് വിൽക്കുന്നുണ്ടായിരുന്നു പറയും നമ്മൾ, അതേ പറയുള്ളൂ. മയക്കുമരുന്നിൻ്റെ കാര്യം പറയല. ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അതിന് രമേശ് ചെന്നിത്തലയോടുള്ള ഇതിപ്പോൾ എടുത്തു പറയാൻ കാര്യം, ഈ തൂഫാനും വജ്രയും കൂടെ കണ്ടു കഴിഞ്ഞ് രമേശ് ചെന്നിത്തല ഒന്ന് കാണണം. വജ്ര നടന്നിരിക്കുന്നു. ഗുജറാത്തിൽ നിന്ന് ഒത്തിരി പിടിച്ചിട്ടുണ്ട്, പാകിസ്ഥാനിൽ വരുന്ന കപ്പലും ബോട്ടും ഒക്കെ പിടിച്ചിട്ടുണ്ട് മയക്കുമരുന്നിൻ്റെ കേന്ദ്രങ്ങളായിട്ട്. പക്ഷേ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം ഇതിപ്പോൾ കേരളത്തിൽ ഒത്തിരി ഉണ്ട്. ഇതുപോലത്തെ സ്വർണ്ണക്കടത്ത് വരെ കേരളത്തിലാണ് നടന്നത്. അതിപ്പോൾ എവിടെ നിൽക്കുന്നൊന്നും അറിയത്തില്ല. ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോഴും സർവീസിലുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല ശ്രദ്ധിക്കാത്തതാ. ആഭ്യന്തര ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട ബാലവേലയാണ്. അത് മനുഷ്യത്വം ഉള്ള ഒരു മന്ത്രി, ആഭ്യന്തരമന്ത്രി ആദ്യം ഗൗരവത്തിൽ കണ്ടതാ. അതാണ് മീൻ മാർക്കറ്റിൽ പോയി മീൻകാരുടെ രോഗിയും പറഞ്ഞൊരു മത്തിയും ചാളയും പൊക്കി പിടിച്ചിട്ട് നിന്നാൽ അത് മനുഷ്യത്താകുകയില്ല, അത് ഷോയാണ്. സൈക്കിളൊക്കെ അത് ഇതാകുകയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഷോ കാണിക്കുന്നതിന് പകരം എടുക്കാൻ പറ്റുന്ന നടപടി, അത് ചിലപ്പോൾ രമേശ് ചെന്നിത്തലയൊന്നും വിചാരിച്ച ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും, എന്നാൽ പോലും എടുക്കാൻ പറ്റുന്ന നടപടി എടുക്കും. ഇതൊക്കെ എടുക്കാവുന്നതാണ്. ബാലവേലയൊക്കെ പിടിക്കാവുന്നല്ലേ? ഉറപ്പായിട്ടും ചെറിയ കുട്ടികളാണ്. അതിവിടെ കേരളത്തിൽ നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില ആലോചിക്കണ്ടേ? എന്താ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആഭ്യന്തര വകുപ്പ് ചോദിച്ച് മേടിച്ച മനുഷ്യൻ അല്ലേ?
പണ്ടും മേടിച്ചു. താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർദാസിൻ്റെ കയ്യിൽ നിന്ന് സുകുമാരൻ നായരെ ഉപയോഗിച്ച് ഇത് മേടിച്ചെടുത്തതാണ്. അപ്പോൾ ആ മനുഷ്യന് കുറേ കൂടെ ഗൗരവത്തോടെ ആഭ്യന്തര വകുപ്പിനെ കാണണ്ടേ, ആ പോലീസുകാർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. അത് ഇങ്ങനെ തൂഫാൻ എന്ന് പറഞ്ഞിങ്ങനെ ചെണ്ടയും മേളമായിട്ട് നടക്കാനായിട്ടുള്ള പരിപാടി അല്ലാതെ, സ്വീകരണം ഏറ്റുവാങ്ങാനുള്ള പരിപാടി അല്ലാതെ. ഇത് തൂഫാൻ എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ മയക്കുമരുന്ന് ഇവിടെ കുറയ്ക്കാവോ, 10 ഗ്രാമെങ്കിലും ഇന്ന് ഇല്ലാതാക്കാൻ പറ്റിയെങ്കിൽ അതാണ് നേട്ടം. അല്ലാണ്ട് എവിടെയെങ്കിലും സ്വീകരണം കിട്ടിയതല്ല നേട്ടം. അതുകൊണ്ടൊന്നും ആയിട്ടില്ല. സ്വീകരണമൊക്കെ മേടിക്കാം, കുറെ കൂടെ കഴിയും. മയക്കുമരുന്ന് കേസുകൾ അപ്പുറത്തേക്കൊരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസിന്റെ പണിയല്ല ഈ തൂഫാൻ വേട്ട എന്നുള്ളത്. അത് നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ പണിയാണ്. അതില്ല ഇവിടെ കാലത്ത് കാര്യമായിട്ടൊന്നും ഇല്ലത്. പോലീസും ചെയ്യട്ടെ, ആര് വേണം ചെയ്യട്ടെ, ആരും ചെയ്യട്ടെ. മന്ത്രിമാരെ ചെയ്യട്ടെ. പോലീസിലേക്ക് ഈ സംഭവം വരുമ്പോൾ കുറച്ചും കൂടി വമ്പന്മാരിലേക്ക് പോകാൻ പറ്റണം. ഇവിടെ ഏത് കൊച്ചു കുട്ടിയോടും ചോദിച്ചാൽ അറിയാവുന്ന സ്പോട്ടുകളുണ്ട്. അല്ല, അല്ല, ഈ വഴി കൊണ്ട് നടന്ന ആർക്കും അറിയാം. അതെ, ബസ്സില് അത്തരത്തിലേക്കൊന്നും പോകാതെ കുട്ടികളുടെ കയ്യിലുള്ള, കുട്ടികൾ ചെയ്യുന്നത് ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷെ ഹോസ്റ്റലുകൾ മാത്രം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒന്ന് കൂടിയിരിക്കുന്നിടം മാത്രം കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളാണ്. അല്ല, ഇതിന്റെ അകത്ത് ഇപ്പൊ നാളെ ഒരു സ്ഥിരം ഐസ്ക്രീം മേടിക്കുന്ന കട, അല്ലെ ആപ്പിൾ മേടിക്കുന്ന കട, മാമ്പഴം മേടിക്കുന്ന കട, അതിൻ്റെ അകത്തൊക്കെ കുത്തിവെച്ച് വിട്ടാൽ ഒരു 2-3 ദിവസം കഴിച്ചാൽ മതി. നമ്മളൊക്കെ അങ്ങനെ ആയി പോകും. കാര്യമായിട്ട് പറയാം. നമുക്കും സോഴ്സ് ഇല്ലാണ്ടാക്കണം, ആ സോഴ്സ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിൽ മെയിൻ പാവം പിടിച്ച് പിള്ളേരെ പിടിച്ച് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ നീ വലിച്ചു, നീ കൊടുത്തു, അവരെയല്ല ശിക്ഷിക്കേണ്ടത്. അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നവരെ, അവരെ ഇതിലേക്ക് പ്രോം ചെയ്യുന്നവരുണ്ട്, അവരെ ശിക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമേ നിൽക്കുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ അഭ്യർത്ഥന, അങ്ങ് ഇത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ തൽക്കാലം പുറമേ സൈലൻ്റ് ആയിട്ടിരിക്കുക. ആക്ഷൻ ആക്ഷൻ ആക്ഷൻ, അത് മാത്രമായിരിക്കണം അങ്ങയുടെ നടപടി. അല്ലാതെ വെറുതെ കൈയടിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. ഇതിൻ്റെ പേരിൽ യാതൊരു സ്വീകരണങ്ങളും സംഘടിപ്പിക്കരുത്. അറസ്റ്റ് ചെയ്ത് പ്രധാന പ്രമാണിമാരുടെ പേര് വിവരം വെളിപ്പെടുത്തണം. അപ്പോൾ തന്നെ പേടിക്കും. അത് ഏറ്റവും വലിയ പേടിയതാ. എക്സ്പോസ് ചെയ്യണം ആരൊക്കെയാണ്, അവരുടെ വാഹനങ്ങൾ കണ്ടെത്തണം, വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യട്ടെ, ഫോട്ടോ ഉൾപ്പെടെ. അതിൻ്റെ ഒപ്പം നിൽക്കട്ടെ രമേശ് ചെന്നിത്തല. പ്രധാനപ്പെട്ട ഹാജി മസ്താൻ്റെയോ അല്ലെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പഴയകാലത്തെ ആൾക്കാരോ അവരുടെ ഒപ്പം നിൽക്കാൻ നോക്ക്. അതിനുവരെ അവരെ ഒന്നും തൊടാതെ അവരെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്. അത് പോരാടി ജയിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റണം. എങ്കിൽ മാത്രമേ രമേശ് ചെന്നിത്തല കരുത്തുള്ളൊരു നേതാവാവുകയുള്ളൂ.